ഹലോ ഗായ്സ്, വെൽക്കം ടു മിത്രം കപ്പിൾസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ടൈറ്റിലൊക്കെ കണ്ടപ്പോഴേക്കും നമ്മൾ വേറൊരു യാത്രയായിട്ട് പോവാണ് ഗൈസ്. അത് വേറെ എങ്ങോട്ടും അല്ല, കുമളിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ അടിച്ച് പൊളിച്ച് നമ്മൾ പോയിട്ടോ ഗൈസ്. നല്ല ഹൈവേ ആയിരുന്നു. പിന്നെ നമ്മൾ വാഗമൺ റൂട്ട് എടുത്തു. എൻ്റെ അമ്മോ, വല്ലാത്ത റോഡായിരുന്നു കേട്ടോ. ഫുൾ ആൻഡ് ടേൺസ് ആൻഡ് ട്വിസ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നു. ആൻഡ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ മനുഷ്യരെ പോലും ഞങ്ങളിവിടെ കണ്ടില്ല കേട്ടോ ഗൈസ്. എന്നതിന് ശേഷം നമ്മൾ വേറെ പശുക്കളെ മാത്രം കണ്ടു കേട്ടോ. എങ്ങനെയൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് സ്റ്റേ ഒക്കെ എത്തിയിട്ടോ. സ്റ്റേൻ്റെ റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. ഹോള്, ബെഡ്റൂം എല്ലാം നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് രാവിലെ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 floors ഒക്കെ കയറി വരുമ്പോഴേക്കും എമ്മേ വെയ്യാണ്ടായി പോയിട്ടോ. എന്നിട്ട് നമ്മൾ വ്യൂ ഒക്കെ കാണുമായിരുന്നു. വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സ്നാപ്സ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റേന്ന് ലൈറ്റായിട്ടൊക്കെ വെച്ചിട്ടുള്ളൂ. കാരണം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഹർത്താലായതുകൊണ്ട് ഫുൾ ആൻഡ് ഫുൾ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ എത്തിയിട്ട് എവിടെയും ഫുഡ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അഖിലേഷിൻ്റെ വീട്ടിലോട്ടോ, അഖിലേഷിൻ്റെ റിസപ്ഷനാണോ നമ്മൾ പോകുന്നത്. അപ്പോൾ അഖിലേഷിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഫുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ കുമളി സെൻറ്റർ മുതൽ കൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. ആകപ്പാടെ ഓപ്പൺ ആയിട്ടുള്ളത് എലഫൻറ്റ് സഫാരി മാത്രമായിരുന്നു കേട്ടോ ഗൈസ്. ഇത് വന്നിട്ട് 1 hour ആണ് നമുക്കിങ്ങനെ ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു 1:30 ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് തപ്പി നടക്കുകയാണ്. റെസ്റ്റോറൻറ്റ്സ് നമ്മളൊക്കെ എവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചിരാപ്പുറം റെസ്റ്റോറൻറ്റ് കാണുന്നത്. അവിടെ എത്തിയപ്പോഴത്തെ ജെറിൻ ചേട്ടനും സഞ്ജിത്തും ഒക്കെ നമ്മുടെ കൂടെ വന്നവരായിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മളൊക്കെ ആയിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി ടൈഗർ റിസർവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ടൈഗർ റിസോർട്ടിൽ പോയി നോക്കിയപ്പോൾ അവിടെ 2 സഫേഴ്സേ ഉള്ളൂ. അത് ഫുൾ ആൻഡ് ഫുൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തുള്ള വല്ല തോട്ടിലോ പാട്ടിലോ ഒക്കെ പോകാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് പോകുമ്പോൾ സഞ്ജിത്ത് അത് മീനൊക്കെ പിടിക്കുക കേട്ടോ ഗൈസ്. അവിടുന്ന് പിന്നെ നമ്മൾ റൂമൊക്കെ എത്തി നല്ല ഡ്രസ്സപ്പ് ഒക്കെ ആയി നമ്മൾ റിസപ്ഷനിൽ പോകാൻ റെഡി. കാര്യം അതാണല്ലോ നമ്മൾ വന്നത്. അപ്പം നമ്മൾ റിസപ്ഷനിൽ പോകാൻ നിൽക്കുമ്പോണ്ട അഖിലേഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും എൻട്രി ആയിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസത്തിലുള്ള എൻട്രി, അവരുടെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് അപ്പോഴും നമ്മുടെ ടെൻഷൻ പിന്നെ പോകണല്ലോ എന്നാണ്. പക്ഷെ നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചൊരു 7:30 ആകുമ്പോഴേക്കും ഇറങ്ങി. എന്നിട്ട് നമ്മളിവിടെ ഒരു 12:30 ആകുമ്പോഴേക്ക് എത്തി. നിയർ 12 ആകുമ്പോഴേക്ക് എത്തി കേട്ടോ ഗൈസ്. അപ്പം നമ്മളുടെ കുമളി യാത്ര വളരെ മനോഹരമായിരുന്നു. പക്ഷെ എന്താണ്, ഫുഡൊന്നും കുറച്ച് നമ്മൾ ഹർത്താലായതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. സോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു ദിവസം കുമളിലോട്ട് പോകുമ്പോൾ നല്ല രസത്തിൽ 2-3 ദിവസം സ്റ്റേ ഒക്കെ ആയിട്ട് നന്നായി പോകണമെന്നാണ് നമ്മളിത്. ഇതാണ് നമ്മുടെ അഖിലേഷും ശ്രീലക്ഷ്മിയും അവരുടെ മാരേജ് ഫോട്ടോസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഗൈസ്. നമ്മൾ വേറെ റൂട്ട് പിടിച്ചു കേട്ടോ, വാഗമൺ റൂട്ട് പോയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ. അപ്പോൾ വേറൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്ക് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.